ഇത് ഞങ്ങൾ ഭരണാധികാരികളോട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും പരാതി കൊടുത്തതാണ്. MLA കണ്ടതാണ്, MP കണ്ടതാണ്. ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടാൽ നമ്മൾ ഈ വാർഡിൻ്റെ വെള്ളക്കെട്ട് പരിപൂർണമായി ജനങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണല്ലോ പ്രതിനിധികൾ. MLA ആയാലും MP ആണെങ്കിലും കളക്ടറാണെങ്കിലും. പക്ഷേ അവരുടെ ഇന്നുവരെക്കും ഇതിന് പരിഹാരം എല്ലാവരും നോക്കിയിട്ട് പോകും. അല്ലാതെ ഒരു പരിഹാരം ഇതുവരെ വന്നിട്ടില്ല. ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ബാത്റൂം വരെ വെള്ളം കയറി ആകപ്പാട് നാശമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് പുലർച്ചെ മുതൽ ആലപ്പുഴയിൽ മഴയ്ക്ക് ശക്തി കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് മാറുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ആലപ്പുഴ സിവിൽ സ്റ്റേഷന് ജില്ലാ ഭരണകൂടത്തിന്റെ സമീപത്തുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് ലജനത്ത് വാർഡ്, സിവിൽ സ്റ്റേഷൻ വാർഡ്, അങ്ങനെ ആലിശ്ശേരി വാർഡ്, ഈ നഗരത്തിൻ്റെ ഈ സിവിൽ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഭാഗങ്ങളിലെല്ലാം വലിയ തോതിൽ വെള്ളക്കെട്ടാണുള്ളത്. ഇവിടെ നിരവധി വീടെന്ന് പറഞ്ഞാൽ എണ്ണം പറയാൻ പറ്റാത്ത രീതിയിലെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ തോടുകൾ കൃത്യസമയത്ത് ക്ലീൻ ചെയ്യാത്തതും അതോടൊപ്പം തന്നെ വെള്ളം ഒഴുകിപ്പോകാനുള്ള മാർഗ്ഗങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്തതുമാണ് പ്രധാനപ്പെട്ട കാരണം. കടകളിലും വീടുകളിലും എല്ലാം വെള്ളം കയറിയിരുന്നു. ഇന്നലെ മഴ പെയ്ത് ഈ വീടുകളിലേക്ക് വെള്ളം വന്നപ്പോൾ മുതൽ തന്നെ നൂറുകണക്കിന് ആളുകൾ ഈ ഭാഗത്തുള്ള വീടുകളിൽ നിന്ന് വിട്ടുപോയി അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. താൽക്കാലിക ക്യാമ്പുകൾ ഇവിടെയുള്ള പള്ളിയിലും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള സ്കൂളിലും ക്യാമ്പുകളും ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വലിയ ദുരിതത്തിലൂടെയാണ് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണെങ്കിലും ഈ മഴ മാറി നിൽക്കുന്നത് തുടർന്നെങ്കിൽ മാത്രമേ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാവുകയുള്ളൂ. ഇപ്പോൾ നമുക്കിപ്പം ഈ പ്രദേശത്തിന്റെ വെള്ളക്കെട്ടിന്റെ കാരണങ്ങളെ കുറിച്ച് പറയേണ്ട പ്രദേശവാസികൾ നമുക്കിപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ വെള്ളക്കെട്ടിന് കാരണം എന്താണ്? ലജനത്ത് വാർഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 35 വർഷത്തിന് മുകളിലായി ഇവിടുത്തെ ജനങ്ങൾ ദുരിതത്തിലാണ്. ഏറ്റവും വലിയ ദുരിതം എന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കെട്ടാണ് പ്രധാനം. 70% വീടോളം ഇന്ന് വെള്ളത്തിനടിയിലാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വെള്ളം ഈ ഒറ്റ മഴക്ക് വീടുകളിൽ കയറുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കലിങ്ങാണ്. ഈ കലിങ്ങെന്ന് പറയുന്നത് ഈ മൊത്തം വെള്ളവും ഇതിൻ്റെ അടിയിൽ കൂടെയാണ്. ആകെ ഇത്ര വീതിയുള്ളൂ. ഇത് ഞങ്ങൾ ഭരണാധികാരികളോട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും പരാതി കൊടുത്തതാണ്. MLA കണ്ടതാണ്, MP കണ്ടതാണ്. ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടാൽ നമ്മൾ ഈ വാർഡിൻ്റെ വെള്ളക്കെട്ട് പരിപൂർണമായി ജനങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതിന് വേണ്ടി നിങ്ങളെ മനോരമ ചാനൽ പ്രത്യേകം ഇത് അധികാരികളുടെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ഈ ജനങ്ങളുടെ മൊത്തമായിട്ടുള്ള അഭിപ്രായം. എന്ന് വെച്ചാൽ അത്രയും ദുരിതത്തിലാണ്. കുഞ്ഞുങ്ങൾ, സുഖമില്ലാത്തവർ, നടക്കാൻ പറ്റാത്ത എല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥയിലാണ്. അന്നേരം ഇതിനൊരു പരിഹാരം നമ്മളെ കളക്ടറേറ്റ്, തൊട്ടടുത്ത് കളക്ടറേറ്റാണ്, ഇവിടുത്തെ അധികാരികൾ ഇന്ന് വരെയും അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് ഈ റോഡ് ഇട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇതൊന്ന് പൊക്കി ഇതിൻ്റെ അടിയിലെ പൈപ്പൊക്കെ മാറ്റിയാൽ ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണും. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണല്ലോ പ്രതിനിധികൾ. MLA ആയാലും MP ആണെങ്കിലും കളക്ടറാണെങ്കിലും. പക്ഷേ അവരുടെ ഇന്നുവരെക്കും ഇതിന് ഒരു പരിഹാരം എല്ലാവരും നോക്കിയിട്ട് പോകും. അല്ലാതെ ഒരു പരിഹാരം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഉറപ്പുണ്ട് ഈ വെള്ളക്കെട്ടിനൊരു പരിഹാരം ഉണ്ടാവും. തീർച്ചയാണ്. നമ്മൾ ഇന്നലെ രാത്രി മുതൽ ഈ ഫീൽഡിലാണ്. നമ്മുടെ ജനങ്ങളെ ഒഴിപ്പിക്കാനും രോഗികളൊക്കെ മാറ്റാനും. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുക്കൂടെ തന്നെ വലിയ വലിയ പൈപ്പ് ലൈനുകൾ പോകും. BSNLൻ്റെയും വാട്ടർ അതോറിറ്റിയുടെയും മറ്റേ കേബിളുകളുടെയും ഒക്കെ ലൈൻ പോകുന്നത്. ആ പ്രദേശത്തൂടെ ഇതിൻ്റെ അടിയിൽ കൂടെ വേണം ഈ സാധനം പോകാൻ. ഏതെങ്കിലും ഒരു ചെറിയ കിറ്റോ ഒരു കവറോ അതിനകത്ത് ബ്ലോക്ക് ആയാൽ എത്രയും പ്രദേശം ഈ അങ്ങോട്ട് കിടക്കുന്ന പ്രദേശം കംപ്ലീറ്റ് വെള്ളത്തിലാകാണ്. അതും ചെറിയ വെള്ളമൊന്നുമല്ല. ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ബാത്റൂം വരെ വെള്ളം കയറി ആകപ്പാട് നാശമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം അടിയന്തരമായിട്ട് അധികാരികളിൽ നിന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിമാരും MLA മാരും എല്ലാവരും സമീപിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അവർ പറഞ്ഞ ഇതിന് ബലക്ഷയില്ലാത്തതുകൊണ്ട് ഇത് പൊളിക്കാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. പക്ഷേ അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ ദുരിതം അനുഭവിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടും അതിനൊരു പരിഹാരമാണ് നമുക്ക് ആവശ്യം. അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് പലപ്പോഴും ഈ വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ട് തീരുന്നത്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ സിവിൽ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശങ്ങളിലെ 3 വാർഡുകളിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു കലിങ്ക, ഇവിടെ ഒരു തോടുണ്ട്, റാണിത്തോടെന്ന് പറയുന്ന തോടുണ്ട്. ആ തോട്ടിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ആലപ്പുഴയുടെ മറ്റ് മേഖലകളിലും തീരദേശ മേഖലയിൽ അടക്കമുള്ള പല പ്രദേശങ്ങളിലും ഇന്നലെ വെള്ളക്കെട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളം അല്പമൊക്കെ വറ്റി വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും പൂർണ്ണമായിട്ട് ഒഴിയുന്നില്ല എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കുട്ടനാട്ടിലും ഇതുപോലെ തന്നെ പ്രതിസന്ധിയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. ഒപ്പം തന്നെ
ഈ വെള്ളക്കെട്ടിൻ്റെ പ്രതിസന്ധി താഴ്ന്ന പ്രദേശങ്ങളുടെ റോഡുകളെ ബാധിച്ചിരിക്കുന്നു. വെള്ളം കയറിയിരിക്കുന്നു. പല വീടുകളും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. പല വീടുകളിൽ നിന്ന് ആളുകളെ ബന്ധു വീടുകളിലേക്കൊക്കെ മാറുന്ന സാഹചര്യമുണ്ട്. ഒരു ആശ്വാസകരമായ കാര്യം തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെയും തണ്ണീർമുക്കം മടിലൂടെയും വെള്ളം സുഖമായി ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ഈ വെള്ളക്കെടുതികൾ തുടരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ ജലാശയങ്ങളിലെ ജലനിരപ്പ് ഒരടിയോളം ഉയർന്നിട്ടുണ്ട്. എന്നാൽ അപകടകരമായ സ്ഥിതിയില്ല. പക്ഷേ വെള്ളം വരികയാണെങ്കിൽ, കിഴക്കൻ മലയോരത്തു നിന്ന് വെള്ളം വരികയാണെങ്കിൽ കുട്ടനാട്ടിൽ വീണ്ടും ഒരു വെള്ളപ്പൊക്ക കെടുതികൾ അനുഭവിക്കേണ്ടി വരും എന്നതും വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ബിരീഷ് പുന്നപ്രയ്ക്കൊപ്പം റോയ് കൊട്ടാരച്ചിറ, മനോരമ ന്യൂസ്.